Hi all, welcome to Daily News Analysis. Today is 7th December 2024. Let's look into the main headlines. ആദ്യമായിട്ട് പബ്ലിക് ഹെൽത്ത് ഇൻസൈറ്റ്സ് ഫ്രം ദ 1896 ബോംബെ പ്ലേഗ്. ഇത് GS2-നകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. രണ്ടാമതായിട്ട് സ്റ്റേയിങ് ദ കോഴ്സ് GS3-കകത്ത് വരുന്ന ടോപ്പിക്കാണ്. നോ പ്ലാൻസ് ഫോർ ഡോളറൈസേഷൻ ദാസ് GS3-കകത്ത് വരുന്ന ടോപ്പിക്കാണ്. പിന്നെ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സമയം കളയാതെ മുൻപോട്ട് പോകാം. പബ്ലിക് ഹെൽത്ത് ഇൻസൈറ്റ്സ് ഫ്രം ദ 1896 ബോംബെ പ്ലേഗ്. ഗവേണൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. പിന്നെ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഹെൽത്ത്, അത് ആ GS2 പാർട്ടിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിനകത്ത് പറയുന്നത് 1896 ബോംബെയിലെ പ്ലേഗിന്റെ ആ സമയത്ത് നമ്മുടെ ഗവർണൻസ് മെഷീനറീസ് ഒക്കെ എടുത്ത പബ്ലിക് ഹെൽത്ത് ഗൈഡ് ലൈൻസും അല്ലെങ്കിൽ അതെങ്ങനെയാ പബ്ലിക് ഹെൽത്ത് അവർ മാനേജ് ചെയ്തു എന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് കമ്പാരിസൺസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഇന്നത്തെ കാലം അന്നത്തെ കാലവും, പിന്നെ എങ്ങനെയായിരിക്കണം ഒരു ബെറ്റർ പബ്ലിക് ഹെൽത്ത് എമർജൻസീസ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്, ആ രീതിക്കുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ആർട്ടിക്കിളിൽ ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ പോലെ പബ്ലിക് ഹെൽത്ത് ക്രൈസിസിനെ പറ്റിയാണ് പറയുന്നത്. ലൈക്ക് ദ 1896 ബോംബെ പ്ലേഗ്. അപ്പൊ അത് എടുത്തു പറയുന്നുണ്ട്. 1896 ബോംബെ പ്ലേഗിനെ പറ്റി എടുത്തു പറയുന്നുണ്ട്. ഹാവ് ഓഫൺ ബീൻ മാനേജ് ത്രൂ കൺട്രോൾ ആൻഡ് സർവൈലൻസ് റാദർ ദാൻ കെയർ ആൻഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. അപ്പൊ കൂടുതലും ആ സമയത്ത് എന്താണ്, ഒരു കൺട്രോൾ ആൻഡ് സർവൈലൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ആ കാലത്ത്. അതായത് ഇതിനെ നിരീക്ഷിക്കുക, ഈ പ്ലേഗിന്റെ കാര്യങ്ങൾ, പിന്നെ ജനങ്ങളുടെ മേൽ കുറെ നിയന്ത്രണങ്ങൾ വെക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക ജനങ്ങളെ, ആ രീതിക്കുള്ള കാര്യങ്ങൾ റദർ ദാൻ കെയർ ആൻഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. ഈ പ്ലേഗിന്റെ സമയത്ത് ബ്രിട്ടീഷിലെ കൊളോണിയൽ അതോറിറ്റീസ് ഒക്കെ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ അതോറിറ്റീസ് ഒക്കെ കൂടുതലും ഫോക്കസ് ചെയ്തത് മോണിറ്റർ ചെയ്യുക, പിന്നെ ആളുകളുടെ മൂവ്മെന്റിനെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യുക. അവരെന്ത് ചെയ്തില്ല, കൃത്യമായിട്ടുള്ള അതിന്റെ റൂട്ട് കോസ്, ആ അസുഖത്തിന്റെ റൂട്ട് കോസ്, അതിന്റെ മൂല കാരണം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിൽ അഫക്ട് ചെയ്ത വിക്ടിംസിനെ ഹെൽപ്പ് ചെയ്യാനോ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും അവര് ചെയ്തിരുന്നില്ല. പിന്നെ കൂടാതെ അവര് പോലീസ്, മിലിറ്ററി, ക്വാറന്റൈൻ ക്യാമ്പ്സ് ഇതൊക്കെ യൂസ് ചെയ്യണ്ടായി. ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ടു എൻഫോഴ്സ് മെഷേഴ്സ് ട്രീറ്റിംഗ് പബ്ലിക് ഹെൽത്ത് ആസ് എ ടൂൾ ഫോർ മെയിൻറ്റെയിനിങ് ഓർഡർ. ഒരു ഓർഡർ കൊണ്ടുവരാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് പബ്ലിക് ഹെൽത്തിനെ അവർ കണ്ടത്. അതുകൊണ്ടാണ് ആ തരത്തിലുള്ള എൻഫോഴ്സ്മെന്റ് മെഷേഴ്സ് മാത്രമായിട്ട് ചുരുങ്ങിയത്. അടുത്തായിട്ട് മാപ്സ് ക്രിയേറ്റഡ് അറ്റ് ദ ടൈം ഹൈലൈറ്റഡ് റെയിൽവേസ് ആൻഡ് ചെക്ക് പോയിന്റ്സ് വെർ പീപ്പിൾ ആർ ഇൻസ്പെക്ടഡ്. അപ്പൊ ഇന്നുള്ള പോലെ തന്നെ റെയിൽവേസിലെ ചെക്ക് പോയിന്റ്സും ഒക്കെ എന്താക്കണം, അവിടെ ഭയങ്കര ഇൻസ്പെക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. റാദർ ദാൻ ഷോയിങ് വെയർ ദ ഡിസീസ് വാസ് സ്പ്രെഡിങ്. എങ്ങനെയാണ്, അത് ഒരു ഡിഫറൻസ് ആണ്. എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നതെന്നും അന്ന് അതിനൊന്നും ഫോക്കസ് കൊടുത്തിരുന്നില്ല. കൂടുതലായിട്ടും എന്തിനാ ഫോക്കസ് ചെയ്തത്, റെയിൽവേസും ചെക്ക് പോയിന്റ്സ് ഒക്കെ ആളുകളെ ജനങ്ങളെ ഇൻസ്പെക്ട് ചെയ്യുക, ആ കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുത്തത്. ഇന്ന് നമുക്കറിയാം പല അധികം നമ്മൾ ഇതിന്റെ സ്പ്രെഡ് എങ്ങനെയാണ് അത് മോണിറ്റർ ചെയ്യും. നമ്മൾ കൃത്യമായിട്ട് മാപ്പിംഗ് നടത്തും, ആരിൽ നിന്ന് ആരിലേക്കാണ് പകർന്നത്, സസ്പെക്ട്സിനെ ഒക്കെ ക്വാറന്റൈൻ ചെയ്യും, ആ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അന്നത്തെ അപ്രോച്ചിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ജസ്റ്റ് ഇൻസ്പെക്ഷൻസ് മാത്രമേ നടത്തിയിരുന്നുള്ളൂ. ജനങ്ങൾക്കിടയിൽ അവരുടെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെ ഒരു സർവൈലൻസ് മാത്രമേ നടത്തിയിരുന്നു. ദിസ് അപ്രോച്ച് ഡൗൺ പ്ലേഡ് ദ സഫറിംഗ് ഓഫ് അഫക്റ്റഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എംഫസൈസ് ദ ഗവൺമെന്റ് പവർ ആൻഡ് കൺട്രോൾ. തൊട്ടു മുന്നേ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റിന്റെ പവറും കൺട്രോളും ഒക്കെ കുറച്ചുകൂടെ ഒന്ന് എംഫസൈസ് ചെയ്യാനും അവിടുത്തെ അവരുടെ ആ സഫറിങ്ങും കാര്യങ്ങളൊന്നും നോക്കാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം കൊടുക്കാത്ത തരത്തിലുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു ഗവൺമെന്റ് ആ സമയത്ത് സ്വീകരിച്ചത്. അപ്പൊ ഈ ആർട്ടിക്കിൾ പിന്നെ പറയുന്നത് നമ്മുടെ ഇന്നത്തെ മോഡേൺ ടൈംസുമായിട്ട് ഒരു പാരലൽസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പോയിന്റിംഗ് ഔട്ട് ദാറ്റ് വൈൽ വി നൗ യൂസ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഫോർ പബ്ലിക് ഹെൽത്ത്. നമ്മൾ ഇന്നത്തെ കാലത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് പബ്ലിക് ഹെൽത്തിൽ. ദ ഫോക്കസ് ക്യാൻ സ്റ്റിൽ ലീൻ ടു ഹെവിലി ഓൺ സർവൈലൻസ് ആൻഡ് അതോറിറ്റി. ഇന്നത്തെ കാലത്ത് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, സർവൈലൻസും അതോറിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോക്ക്ഡൌൺ മെഷേഴ്സ് എടുക്കാറുണ്ട്. ഇപ്പൊ ഡൽഹിയിലൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മള് ഈ ഇപ്പൊ അവിടെ പൊല്യൂഷൻ പ്രോബ്ലംസ് ഒക്കെ നടക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ സർവൈലൻസും അതോറിറ്റി എൻഫോഴ്സ്മെന്റും കാര്യങ്ങളൊക്കെ, അതോറിറ്റി കുറെ കാര്യങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നു. ആ ഒരു മെഷേഴ്സിന് കുറെ പ്രാധാന്യം വരാറുണ്ട്.
അപ്പൊ എന്താ ഇതിൽ പറയുന്നത്? ഇറ്റ് എംഫസൈസസ് ദ നീഡ് ഫോർ ഹെൽത്ത് പോളിസീസ് ദാറ്റ് പ്രയോറിറ്റൈസ് കെയർ, ഇക്വിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽസ്. കുറച്ചുകൂടെ കെയറിന് പ്രാധാന്യം കൊടുക്കണം. കൂടാതെ തന്നെ ഇക്വിറ്റി, എല്ലാവരിലേക്കും നമുക്കറിയാം ഇക്വാളിറ്റി അല്ല ഇക്വിറ്റിയാണ് ഇന്നത്തെ കാലത്ത്. ആവശ്യമുള്ള ആൾക്ക് അതനുസരിച്ച് നമ്മൾ കൊടുക്കുക. അതാണ് ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽസ്. ലേണിംഗ് ഫ്രം പാസ്റ്റ് മിസ്റ്റേക്സ് ടു എൻഷുർ ഫെയർ ആൻഡ് കമ്പാഷനേറ്റ് അപ്രോച്ചസ് ഇൻ ദ ഫ്യൂച്ചർ. ഇതൊരു എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കണം ഫ്യൂച്ചറിൽ, പഴയ മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിച്ച്. അത് നമുക്ക് ഈ ചരിത്രം പരിശോധിച്ച് അറിയാം. 1896 ബോംബെ പ്ലേഗിലെ ആ ഒരു കൺട്രോൾ ആൻഡ് സർവൈലൻസ് എന്ന് പറയുന്ന അതിന് പ്രാധാന്യം കൊടുത്ത ആ ഒരു അപ്രോച്ച് ഇന്ന് പബ്ലിക് ഹെൽത്തിൽ കുറച്ചുകൂടെ കെയറും ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റും ഒക്കെ കൊണ്ടുവന്നുള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കണമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അടുത്തായിട്ട് സ്റ്റേയിങ് ദ കോഴ്സ് എന്ന് പറഞ്ഞൊരു എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായിരുന്നു. GS3 ഇമ്പോർട്ടന്റ് ആണ് എക്കോണമി സൈഡിൽ. അപ്പൊ ഇതിനകത്ത് എന്താ പറയുക, നമുക്കറിയാം ഇപ്പം RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഒക്കെ കൂടാറുണ്ട്. അതിൽ അവർ ബൈ മന്ത്ലി റിവ്യൂസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. 2 മാസം കൂടുമ്പോൾ ഉള്ള റിവ്യൂ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ എന്താ ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് റിപ്പോ റേറ്റ് എന്താ 6% ആക്കി തന്നെ നിലനിർത്തിയിരിക്കുക. നമുക്ക് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റിനെ ഒക്കെ കുറിച്ച് നമ്മൾ എക്കോണമി ക്ലാസ്സുകളിലും പഴയ DNA-കളിലും ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പം റിപ്പോ റേറ്റ് എന്താണ്? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബാങ്ക് RBIയുടെ കുറച്ച് പൈസ കടം വാങ്ങാറുണ്ട്. ആ കടം വാങ്ങുന്നതിന് RBI ചാർജ് ചെയ്യുന്ന റേറ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്കോണമിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്, റിവൈസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് 6% നിലനിർത്തിയിരിക്കും ആ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ RBI നമ്മുടെ ബാങ്ക്സിന് കടം കൊടുക്കുന്ന സമയത്ത് അവർ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുക, അതാണ് റിപ്പോ റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ റിപ്പോ റേറ്റ് എന്തിനെ ബാധിക്കും? അപ്പം ഈ ബാങ്കുകൾക്ക് പൈസ കിട്ടുന്ന എന്തിനു വേണ്ടി? അവർ ജനങ്ങൾക്ക് കടം കൊടുക്കാൻ വേണ്ടി. അപ്പൊ ജനങ്ങൾക്ക് കടം കൊടുക്കുമ്പോൾ ജനങ്ങളോട് ബാങ്കുകാരും എന്ത് ചെയ്യും? ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അവര് ഈടാക്കാറുണ്ട്. സോ അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഈ RBI ബാങ്കുകൾക്ക് കൊടുക്കുന്ന പൈസയുടെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് റേറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ബാങ്കുകാർ ജനങ്ങൾക്ക് കടം കൊടുക്കാറുള്ളത്, ലോൺ കൊടുക്കാറുള്ളത്. അപ്പൊ അതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. ഇത് പൊതുജനങ്ങളെ ഡയറക്ട്ലി തന്നെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യമാണ് ഈ റിപ്പോ റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഡയറക്ട്ലി എന്ന് ഞാൻ ഉദ്ദേശിച്ച ഇൻ ദ സെൻസ് പണത്തിന്റെ പലിശ അല്ലെങ്കിൽ ആ റിപ്പോ റേറ്റ് കൂട്ടുന്ന അനുസരിച്ച് ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ അതിനെ പറഞ്ഞത്. അത് ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യുന്നത്. ഓക്കെ, the RBI, Reserve Bank of India, has decided to keep interest rates steady at 6.50% for the 11th time in a row. അപ്പൊ 11ാമത്തെ തവണയാണ് ഇപ്പം 6% തന്നെ നിലനിർത്തിയിരിക്കുന്നത് RBI ഇൻട്രസ്റ്റ് റേറ്റ്. ദിസ് ഡിസിഷൻ വാസ് മെയ്ഡ് ബിക്കോസ് ഇൻഫ്ലേഷൻ ഈസ് സ്റ്റിൽ ഹൈ. ഇപ്പോഴും റൈസ് ഇൻ പ്രൈസസ്, അതായത് വിലക്കയറ്റം, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ആ വിലക്കയറ്റം ഇപ്പോഴും കൂടുതലാണ് എക്കോണമിയിൽ. അതുകൊണ്ടാണ് പിന്നെയും RBI കൂട്ടാനോ കുറയ്ക്കാനോ തയ്യാറാവാത്തത്. കൂട്ടിയാൽ സംഭവിക്കും RBI റിപ്പോ റേറ്റ്? സോറി, കുറച്ചാൽ എന്ത് സംഭവിക്കും? ഒത്തിരി കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മണി ഫ്ലോ കൂടും, അങ്ങനെ ഇൻഫ്ലേഷൻ വീണ്ടും കൂടും. ഇപ്പൊ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആളുകൾ മണി ഫ്ലോ ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് GDP അത്ര കൂടുന്നില്ല, അത് കുറവാണ്. അപ്പൊ ഇൻഫ്ലേഷൻ നമ്മൾ ഒത്തിരി കൂട്ടി വെച്ചാലും അത് എക്കോണമിയെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. ഓക്കെ, രണ്ട് സൈഡും ഉണ്ട്. നമ്മൾ എക്കോണമി കൃത്യമായിട്ട് പഠിക്കുന്ന അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് ന്യൂസ് വന്നേക്കുന്നത്. ഈവൻ ദോ ഇറ്റ് ഹാഡ് ബ്രീഫ്ലി ഡ്രോപ്ഡ് ഏർലിയർ ദിസ് ഇയർ. ഈ വർഷത്തെ ആ തുടക്കത്തില് ഇൻഫ്ലേഷൻ കുറഞ്ഞുവെങ്കിലും ഇപ്പൊ എന്തിലാണ്? ഇപ്പൊ സ്റ്റിൽ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. റീസെന്റ് പ്രൈസസ് എസ്പെഷ്യലി ഫോർ ഫുഡ് ഹാവ് ഗോൺ അപ്പ് അഗെയിൻ. ഭക്ഷണത്തിന്റെ ഫുഡ് പ്രൈസ് ഇൻഫ്ലേഷൻ ഒക്കെ എന്താ കൂടിയെന്ന് നമ്മൾ ന്യൂസിൽ കണ്ടതാ. മേക്കിംഗ് തിങ്സ് മോർ എക്സ്പെൻസീവ് ഫോർ പീപ്പിൾ. ജനങ്ങൾക്ക് എന്താ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇപ്പം ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിക്കുക എന്നൊക്കെ പറയും. At the same time, India's economy is growing slower than expected. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ എക്കോണമി എന്താ അതനുസരിച്ച് ഗ്രോ ചെയ്യുന്നില്ല, അത് എക്സ്പെക്ട് ചെയ്തതിലും സ്ലോ ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. അതിന്റെ ഗ്രോത്ത് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ലാസ്റ്റ് ക്വാർട്ടറിലെ GDP എന്ന് പറയുന്നത്, നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്ര? 5.4% ലാസ്റ്റ് ക്വാർട്ടറിൽ.
വിച്ച് മെഷേഴ്സ് ദ കൺട്രീസ് എക്കണോമിക് ഗ്രോത്ത്. അതാണ് GDP എന്ന് പറഞ്ഞാൽ എന്താ, കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്തിനെ മെഷർ ചെയ്യുന്നതാണ് GDP എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്. അപ്പൊ എന്താ ഇത് 5.4% ലാസ്റ്റ് ക്വാർട്ടറിൽ നിൽക്കുന്നത്, മച്ച് ലെസ് ദാൻ 7% ദാറ്റ് വാസ് എക്സ്പെക്ടഡ്. 7% പ്രെഡിക്റ്റ് ചെയ്തത്, പക്ഷെ ആ പ്രെഡിക്റ്റ് ചെയ്തതിലും താഴെയായി പോയി നമ്മുടെ ലാസ്റ്റ് ക്വാർട്ടറിലെ GDP വന്നപ്പോൾ. RBIയുടെ ഗവർണറാണ് ശക്തികാന്ത ദാസ് എന്ന് പറയുന്നത്. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം, സെൻട്രൽ ബാങ്കിന്റെ ജോലി എന്ന് പറയുന്നത് പ്രൈസിനെ സ്റ്റേബിൾ ആക്കുക, അതോടൊപ്പം എന്താ എക്കോണമിക് ഗ്രോത്തിനെ സപ്പോർട്ടും ചെയ്യുക. ഹൈ ഇൻഫ്ലേഷൻ ക്യാൻ ഹർട്ട് പീപ്പിൾസ് സ്പെൻഡിങ് പവർ ആൻഡ് സ്ലോ ഡൗൺ ഗ്രോത്ത്. കൂടുതൽ ഇൻഫ്ലേഷൻ ഉണ്ടായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് ജനങ്ങളുടെ സ്പെൻഡിങ് പവറിനെ ഹർട്ട് ചെയ്യും ആൻഡ് സ്ലോ ഡൗൺ ഗ്രോത്ത്. അപ്പൊ കൂടുതൽ ഇൻഫ്ലേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും, കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും ജനങ്ങൾക്ക്. പിന്നെ അതുകൂടാതെ ഗ്രോത്ത് കുറയ്ക്കുകയും ചെയ്യും. The RBI hopes inflation will go down and growth will improve in coming months. അപ്പം ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് RBIയുടെ ഒരു പ്രതീക്ഷ നിൽക്കുന്നത്. എന്താ, ഇൻഫ്ലേഷൻ താഴെ വരും, പിന്നെ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യും ഈ വരുന്ന മാസങ്ങളിൽ. ബട്ട് ഇറ്റ് ഹാസ് ലോവേർഡ് ഇറ്റ്സ് എക്സ്പെക്ടേഷൻ ഫോർ ഹൗ മച്ച് ദ എക്കോണമി വിൽ ഗ്രൂ നെക്സ്റ്റ് ഇയർ. അപ്പം അത് കുറച്ച് എക്സ്പെക്ടേഷൻസ് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല, കാരണം അടുത്ത വർഷം എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നത്, എക്കോണമി എത്രത്തോളം ഗ്രോ ചെയ്യും, കാര്യങ്ങൾ ഇറ്റ്സ് ഔട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ്. ഓക്കെ. പിന്നെ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യുമെന്ന്. അത് അതായത് ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യും നമ്മുടെ ഈ RBIയുടെ റിപ്പോ റേറ്റ്. ഡയറക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയാം, ഇൻ ദ സെൻസ് RBI എത്രയാണോ പൊതുജനങ്ങൾ ബാങ്കിന് കടം കൊടുക്കുന്നത്, അതനുസരിച്ചായിരിക്കും ബാങ്ക് പൊതുജനങ്ങൾക്ക് ലോൺ കൊടുക്കുന്നത്. ആ റേറ്റ് അങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന്. മേ ബി അതിനെ ഡയറക്ട്ലി എന്നോ ഇൻഡയറക്ട്ലി എന്നോ പറയാം. ആ ടേം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സ്പെസിഫിസിറ്റി ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് RBIയുടെ എന്താണ്, RBIയുടെ പോളിസീസ് അല്ലെങ്കിൽ RBIയുടെ റിപ്പോ റേറ്റ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ബാങ്കിന്റെ ആ ലോൺ റേറ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ. അങ്ങനെ ക്ലിയർ കട്ട് ആയിട്ട് ഒരിടത്തും ഡയറക്ട്ലി ഇൻഡയറക്ട്ലി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അന്നേരം പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ്, അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു. ഓക്കെ. പിന്നെ ഈ ആർട്ടിക്കിൾ സജസ്റ്റ് ചെയ്യുന്നത്, ടു ഹെൽപ്പ് വിത്ത് ദിസ്, ദ ആർട്ടിക്കിൾ സജസ്റ്റ് ദാറ്റ് ദ ഗവൺമെന്റ് കുഡ് ടേക്ക് സ്റ്റെപ്സ് ലൈക്ക് റെഡ്യൂസിങ് ടാക്സസ് ഓൺ സർട്ടൻ ഇമ്പോർട്ടൻറ്റ് ഗുഡ്സ് ടു ലോവർ പ്രൈസസ്. അപ്പം ഗവൺമെന്റ് കുറച്ച് സ്റ്റെപ്സ് എടുക്കേണ്ടതുണ്ട്, ലൈക്ക് ടാക്സ് കുറയ്ക്കേണ്ടതുണ്ട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗുഡ്സിൽ, ടു ലോവർ പ്രൈസസ്. എന്തിനാ, പൈസ കുറയ്ക്കാൻ വേണ്ടിയാ ഗുഡ്സിന്റെ. ടാക്സ് കൂടുമ്പോ എന്താ, അതിന്റെ പ്രൈസും കൂടും. ഓക്കെ. ആൻഡ് എൻകറേജ് പീപ്പിൾ ടു സ്പെൻഡ് മോർ. കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാൻ ജനങ്ങളെല്ലാം എന്താ കുറച്ചുകൂടെ എൻകറേജ് ചെയ്യേണ്ടതുണ്ട്. ദിസ് കുഡ് മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ദ RBI ടു റെഡ്യൂസ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഇത് ഭാവിയിൽ എന്തിലേക്ക് നയിക്കും, RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിലേക്ക് നയിക്കും ഭാവിയിൽ. ഓക്കെ. അതൊക്കെയായിരുന്നു ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി വേറൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, നോ പ്ലാൻസ് ഫോർ ഡോളറൈസേഷൻ. ദാസ് ഇത് GS3 എക്കോണമി തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടായിരുന്നു ഡോളറൈസേഷൻ എന്ന് പറയുന്ന വാർത്തയെ പറ്റി. അതായത് ഡൊണാൾഡ് ട്രംപ് എന്ത് പറഞ്ഞു, ബ്രിക്സ് രാജ്യങ്ങളൊക്കെ ഇനിയും ഡോളറൈസേഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റ് കൂടുതൽ സ്ട്രെസ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ ഡോളറൈസേഷൻ കൊണ്ടുവരാനാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ പ്ലാൻ എങ്കിൽ, ഡൊണാൾഡ് ട്രംപ് എന്ത് പറഞ്ഞു, ഞങ്ങൾ അതായത് അമേരിക്ക അമേരിക്ക 100% വരെ താരിഫ് അവിടുന്ന് വരുന്ന ട്രേഡഡ് പ്രോഡക്ട്സ് ഈടാക്കും, അല്ലെങ്കിൽ ആ രീതിക്ക് പറഞ്ഞു 100% താരിഫ് ബ്രിക് നേഷൻസിനോട് പറഞ്ഞു അത് ഈടാക്കുമെന്ന്. സോ അതൊരു ത്രെട്ട് ആയിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ. അതായത് ഇപ്പൊ US ഡോളറിന് എന്തുണ്ട്, ഒരു ഹെജിമണി ഉണ്ട്. ഹെജിമണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മറ്റൊരു രാജ്യത്തില് പവർ എക്സേർട്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് നമ്മുടെ US-ന്. അത് എന്തുകൊണ്ട്, ആ ഒരു ഡോളറിന്റെ പദവിയാണ്, ആ ഒരു ഹെജിമണി ഉണ്ട് US ഡോളറിന് ഗ്ലോബൽ ട്രേഡിൽ. സോ അതിനെ ചലഞ്ച് ചെയ്യുന്ന തരത്തിലാണ് ഈ ഡോളറൈസേഷൻ എന്ന് പറയുന്ന വാദങ്ങൾ വരുന്നത്. അപ്പൊ അത് അമേരിക്കക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അതിനെ എതിരായിട്ട് ആർഗ്യൂ ചെയ്തത്. ഓക്കെ. അപ്പം ഇതിന്റെ കൗണ്ടർ ആയിട്ട് നമ്മുടെ RBIയുടെ ഗവർണർ തൊട്ട് മുൻപേ പറഞ്ഞ ശക്തികാന്ത ദാസ് എന്ത് ചെയ്തു, ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്ലാനും ഇല്ല ഡോളറൈസേഷൻ എന്ന് ചെയ്ത് വഴി റെസ്പോണ്ട് ചെയ്യുകയുണ്ടായി. അപ്പൊ അതാണ് ഈ ആർട്ടിക്കിളിൽ വിശദീകരിക്കുന്നത്. ആദ്യം നമുക്ക് ഡോളറൈസേഷൻ എന്താണെന്ന് നോക്കാം. ഡോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു
It means the reducing the use of US dollar in international trade and financial transactions. അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ട്രേഡിലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലൊക്കെ US ഡോളറിന്റെ യൂസ് കുറയ്ക്കുക. US ഡോളറിന്റെ യൂസ് വെച്ചിട്ട് അല്ലാതെ ആ വിക്രയങ്ങൾ ക്രയവിക്രയങ്ങളൊക്കെ എന്തുവഴി നടത്തുക, US ഡോളർ അല്ലാതെ മറ്റ് കറൻസീസ് വെച്ചിട്ട് അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള കറൻസി വെച്ചിട്ട് നടത്തുക എന്നുള്ള ഒരു പ്ലാനാണ് ഡി ഡോളറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് മീനിങ് റെഡ്യൂസിങ് ദ യൂസ് ഓഫ് ദ US ഡോളർ ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, നമ്മൾ മിക്ക ഓയിലും ഒക്കെ വാങ്ങുമ്പോഴും നമ്മൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ പറയുമ്പോൾ എന്തിലാ പറയുന്നത്, നമ്മൾ US ഡോളറിലാണ് പറയുന്നത്. അത് മാറ്റിയിട്ട് വേറൊരു കറൻസിയുടെ ഭാഗമായിട്ട് ആ ഇന്റർനാഷണൽ ട്രേഡിനെ ഒക്കെ അക്കൗണ്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പം ഡോളർ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഓയിൽ കിട്ടുള്ളൂ. ആ ഡോളറിന് പകരം എന്ത് കൊടുക്കുക, വേറെ എന്തെങ്കിലും കറൻസി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വഴി പർച്ചേസ് ചെയ്യുക. അപ്പൊ ആ ഡോളറിന്റെ ആവിർഭാവം, അതായത് ഡി ഡോളറൈസ് ആവുക അവിടുത്തെ എക്കോണമി അല്ലെങ്കിൽ ആ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഡി ഡോളറൈസേഷൻ എന്ന് പറയുന്നത്. എക്കോണമി അല്ല, സോറി, ട്രേഡ് എന്ന് പറയുന്നത് എന്താ, ഡി ഡോളറൈസ്ഡ് ആവുക അവിടെ നടക്കുന്ന ഇന്റർനാഷണൽ ട്രേഡ്. സം കൺട്രീസ് എക്സ്പ്ലോർ ദിസ് ഐഡിയ ടു അവോയ്ഡ് റിലൈങ് ടു മച്ച് ഓൺ ദ ഡോളർ. എന്തിലാണ് ഞാൻ ഇപ്പോഴും എടുത്തു പറയാണ്, ട്രേഡിലാണ്. ഓക്കെ, ഇന്റർനാഷണൽ ട്രേഡിലാണ് നമ്മുടെ ഈ US ഡോളറിന്റെ ആവിർഭാവം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. വിച്ച് ക്യാൻ ബി റിസ്കി. അത് റിസ്കിയാണ്. എന്തുകൊണ്ടാണ് അത് ആ ഒരു ഡോളറിന്റെ മേലുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? കാരണം ഡോളറിന്റെ വാല്യൂ ചേഞ്ചസ് ഒക്കെ എന്താ, അത് അഫക്ട് ചെയ്യും നമ്മുടെ അവിടുത്തെ ട്രാൻസാക്ഷൻസിനെയും ട്രേഡിനെയൊക്കെ. അപ്പൊ അത് കുറച്ചുകൂടെ റിസ്കിയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡോളറിന്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. ഓർ ഇഫ് US പോളിസീസ് ക്രിയേറ്റ് ട്രേഡ് ചാലഞ്ചസ്. പല US പോളിസീസ് ഉണ്ട്. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാങ്ഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് US. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്താ, അവിടെ ട്രേഡ് ചാലഞ്ചസ് ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഡി ഡോളറൈസേഷനിലേക്ക് നയിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. റീസെന്റ് ദർ ഹാസ് ബീൻ ടോക്ക് അബൌട്ട് ബ്രിക്സ് കൺട്രീസ്. ബ്രിക്സ് പറയുന്ന 5 രാജ്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഒന്നുകൂടെ റിയേറ്ററേറ്റ് ചെയ്യുവാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഈ 5 രാജ്യങ്ങളാണ് BRICS ബ്രിക്സിൽ വരുന്നത്. ഇവരൊരു കോമൺ കറൻസി ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി ടോക്സ് ഉണ്ടായിരുന്നു ഈ ബ്രിക്സ് സബ്മിറ്റിൽ. എന്തിനു വേണ്ടിയാ? ടു റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ US ഡോളർ. നമ്മൾ ഡി ഡോളറൈസേഷന്റെ ഡെഫിനേഷൻ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ടു റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ US ഡോളർ ഇന്റർനാഷണൽ ട്രേഡിൽ. However, RBI Governor Shaktikanta Das clarified that this is just an idea suggested by one BRICS member. ഒരു ബ്രിക്സ് മെമ്പർ സജസ്റ്റ് ചെയ്ത ഒരു ഐഡിയ മാത്രമാണ് ഇതെന്നാണ് നമ്മുടെ RBIയുടെ ഗവർണർ പറഞ്ഞത്. അങ്ങനെ ഒരു ഡിസിഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുകൂടാതെ ഇദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു സിംഗിൾ കറൻസി ബ്രിക്സിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത്, അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ഇദ്ദേഹം പറയുന്നതാണ്, ഇങ്ങനെ ഒരു സിംഗിൾ കറൻസി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്കാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം യൂറോസോൺ ഒക്കെ ഉണ്ട്. യൂറോ പൊതുവെ ഉപയോഗിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യൂറോസോൺ എന്ന് വിളിക്കുന്നത്. പൊതുവെ ആ കൺട്രികളൊക്കെ എന്താ, ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ വരുന്ന, ബിക്കോസ് ദ കൺട്രീസ് ആർ സ്പ്രെഡ് ഔട്ട് ജോഗ്രഫിക്കലി അൺലൈക്ക് ദ യൂറോസോൺ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യങ്ങൾ, ബ്രസീൽ ഒരു സ്ഥലത്താണ്, റഷ്യ വേറൊരു സ്ഥലത്താണ്, ഇന്ത്യ വേറൊരു സ്ഥലത്താണ്, ചൈന. ഇപ്പം പറയുവാണെങ്കിൽ റഷ്യ, ഇന്ത്യ, ചൈന ഒക്കെയാണ് കുറച്ച് അടുത്തെങ്കിലും കിടക്കുന്ന രാജ്യങ്ങൾ. നേരെ മറിച്ച് എങ്കിൽ പോലും റഷ്യ ഒക്കെ കുറച്ച് അകലെ ഇച്ചിരി മുകളിലായിട്ടാണ് കിടക്കുന്നത്. പിന്നെ കൂടാതെ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ അത് വേറൊരു കോണ്ടിനെന്റ് ആണ്. ബ്രസീല് സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റ് ആണ്. ജോഗ്രഫിക്കലി നോക്കുമ്പോൾ നമ്മുടെ യൂറോസോൺ പോലെ ഒത്തൊരുമിച്ച് അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോമൺ കറൻസി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. കാരണം ഇതിന്റെ ജോഗ്രഫിക്കലി പലയിടത്താണ് കിടക്കുന്നത്. അപ്പൊ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് നമ്മുടെ RBI ഗവർണർ പറഞ്ഞതാണ്, ഇതുകൊണ്ട് തന്നെ ഇത് വളരെ ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ ഒരു സിംഗിൾ കറൻസി കൊണ്ടുവരിക എന്ന് പറയുന്നത്. സോ ഫോർ ഇന്ത്യ ഡി ഡോളറൈസേഷൻ ഈസ് നോട്ട് എ ഗോൾ. അതൊരു ഇന്ത്യയുടെ ഒരു ഗോൾ ഒന്നുമല്ല. ഇൻസ്റ്റെഡ് ഇന്ത്യ ഈസ് വർക്കിംഗ് ഓൺ മേക്കിംഗ് ട്രേഡ് സേഫർ ബൈ യൂസിങ് ഡൊമസ്റ്റിക് കറൻസീസ് ഇൻ എഗ്രിമെന്റ് വിത്ത് സം കൺട്രീസ്. അപ്പൊ എന്താ ഇന്ത്യ ശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ട്രേഡ് കുറച്ചുകൂടെ സേഫർ ആക്കുക, ഇൻ യൂസിങ് ലോക്കൽ കറൻസീസ് ഒക്കെ ഉപയോഗിച്ച് ട്രേഡ് സേഫർ ആക്കുക, എഗ്രിമെന്റ്സ് പല രാജ്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പൊ അല്ലാതെ ഡി ഡോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു ഗോൾ ഒന്നും ഇന്ത്യക്ക് ഇല്ല. ദിസ് ഹെൽപ്സ് റെഡ്യൂസ് റിസ്ക് ഫ്രം റിലൈങ് ടു മച്ച് ഓൺ ഡോളർ. അപ്പം ഇന്ത്യ എന്താ ചെയ്യുന്ന, വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഇന്ത്യ കുറച്ചുകൂടെ ട്രേഡ് സേഫർ ആക്കണം, ലോക്കൽ കറൻസീസ് ഒക്കെ എഗ്രിമെന്റ് യൂസ് ചെയ്തിട്ട്.
ചില കൺട്രികളും ഒക്കെ ആയിട്ട്. പിന്നെ അത് അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ ഗുണം, നമുക്ക് കുറെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. ടൂ മച്ച് ആയിട്ട് ഡോളറെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ഒരു ഹെജിമണി അല്ലെങ്കിൽ ഹെജിമണി കൗണ്ടർ ചെയ്യുന്നതല്ല, ശരിക്കും ആ ഒരു റിസ്ക്, ആ ഒരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമ്പോൾ ഡോളറിന്റെ വാല്യൂ ആ ട്രേഡിനെ എഫക്ട് ചെയ്താൽ അത് ആ ഫ്ലക്ച്വേഷൻസ് ആ ട്രേഡിനെ എഫക്ട് ചെയ്യുവാണല്ലോ. അപ്പൊ ആ റിസ്ക് ഒക്കെ നമുക്ക് ആ ഫ്ലക്ച്വേഷൻസിന്റെ റിസ്ക് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ലൈക്ക് സഡൻ ചേഞ്ചസ് ഇൻ ഇറ്റ്സ് വാല്യൂ എന്ന് ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ ഗവർണർ ദാസ് ഓൾസോ അഡ്രസ്ഡ് കൺസേൺസ് അബൌട്ട് ട്രേഡ് വാർസ്. ഇത് കൂടാതെ എന്താ നമ്മുടെ ഗവർണർ എന്തും കൂടെയാ പറഞ്ഞത്, നമ്മുടെ ഈ ട്രേഡ് വാറിന്റെ കൺസേൺസിനെ കുറിച്ചും കൂടെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. സച്ചസ് പൊട്ടൻഷ്യൽ US ടാരിഫ്സ്. അപ്പൊ എന്താ, ഇപ്പം ഞാൻ പറഞ്ഞു 100% താരിഫ് ഈടാക്കാൻ പ്ലാൻ ഉണ്ടെന്നാണ് നമ്മുടെ അതായത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ US 100% താരിഫ് ഗുഡ്സിൽ ഇമ്പോസ് ചെയ്യുമെന്നാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അപ്പൊ ആ ഒരു കൺസേൺസ്, ആ ട്രേഡ് വാറിന്റെ ഒരു കൺസേൺസ് ഒക്കെ ഗവർണർ അഡ്രസ് ചെയ്യുണ്ടായി. സച്ചസ് പൊട്ടൻഷ്യൽ US ടാരിഫ് എന്ന് പറയും. പിന്നെ ഹി സെഡ് ഇന്ത്യ ഈസ് പ്രിപ്പയർഡ് ടു ഹാൻഡിൽ എനി ചലഞ്ചസ് ഇറ്റ്സ് സ്ട്രോങ് ഫോറക്സ് റിസർവ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. ഇപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത് വളരെ സ്ട്രോങ് ആണ് ഇന്ത്യയുടെ. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് വെൽ പ്രിപ്പയർഡ് ആണ് ടു ഹാൻഡിൽ എനി ചലഞ്ചസ് വിത്ത് ഇറ്റ്സ് സ്ട്രോങ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആൻഡ് വുഡ് ടേക്ക് നെസസറി ആക്ഷൻസ് ഇഫ് റിക്വയർഡ്. അപ്പൊ ആവശ്യം വന്നാൽ അതിന് വേണ്ട നെസസറി ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുമെന്നുമാണ് നമ്മുടെ ഗവർണർ പറഞ്ഞത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഡസ് ദ ടേം ഡി ഡോളറൈസേഷൻ റെഫർ ടു? ഇങ്ങനെയായിരിക്കും എക്കോണമിയിൽ ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ ഈ പലപ്പോഴും പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് തരുന്നത് ചില ടേംസ് എന്താ, ചിലത് ഡെഫിനേഷൻ വൈസ് ചോദിക്കുന്നതായിരിക്കും, ചിലത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്നതായിരിക്കും, ചിലപ്പോൾ മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതായത് രാജ്യങ്ങളെ ക്യാപിറ്റലൊക്കെ തമ്മിൽ. സോ നമ്മൾ കഴിഞ്ഞാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത്. ഇന്നിപ്പോ നമുക്ക് ഈ ഡി ഡോളറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു തരത്തിലായിരിക്കും ചോദിക്കുന്നത്. എന്താണ് ടേം ഡി ഡോളറൈസേഷൻ റെഫർ ചെയ്യുന്നത്? ഓപ്ഷൻ എ, reducing the use of US dollar in international trade and financial transactions. B, eliminating the US dollar from a country's domestic economy. C, increasing the use of the US dollar in global markets to strengthen trade. Option D, adopting a single global currency to replace all national currencies. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തന്നെ ചോദിക്കുക. വിൽ ക്ലിയർ. സോ അടുത്ത ദിവസം കാണും വരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.